ഗൈസ് ഞങ്ങളിതാ വീണ്ടും വന്നു. വണ്ടി എടുക്കാൻ പോവാണ് ഉച്ചയ്ക്ക് ശേഷം. അപ്പം ഒരാൾ എന്നോട് കട്ട കലിപ്പിലാണ്. വരുന്നില്ല എന്ന് പറഞ്ഞ ആളെ ഞാൻ നിർബന്ധിച്ച് വിളിച്ചതാണ്. അപ്പോൾ അവിടെ മാത്രമല്ല ഞങ്ങൾക്ക് വേറെ 1, 2 ഇടത്തൂടെ പോകണം വണ്ടി എടുത്തിട്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞങ്ങളുടെ സ്റ്റാർലിച്ചായൻ അങ്ങോട്ട് വന്നപ്പോൾ സ്റ്റാർലിച്ചായൻ്റെ വണ്ടിയിൽ ഞങ്ങൾ 3 പേരുടെ ജംഗ്ഷനിലോട്ട് പോവാണ്. ദൂരെ എങ്ങും പോകുന്നില്ല. ഒന്നാമത്തെ കാര്യം ഹെൽമെറ്റ് ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ നമ്മുടെ ജംഗ്ഷൻ വരെ പോകുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഹെൽമെറ്റ് ധരിച്ച് യാത്ര ചെയ്യാവുള്ളൂ. അപ്പോൾ ഞങ്ങൾ ജംഗ്ഷനിൽ എത്തിയിട്ട് അവിടുന്ന് ബസ്സിന് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. ഒരാൾ ഹെൽമെറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിതാ ജംഗ്ഷനിലെത്തി. അപ്പോൾ അവിടുന്ന് ഞങ്ങളെ വിട്ടിട്ട് സ്റ്റാർലിച്ചായപ്പോൾ ഞങ്ങൾ ബസ്സിന് വേണ്ടി നോക്കി നിൽക്കുകയാണ്. എന്തായാലും അധികം നേരം നോക്കി നിൽക്കണമെന്നില്ല. ബസ് വന്നു. ഞങ്ങൾ അതിൽ കയറി. ഒരുപാട് നാളിന് ശേഷമാണ് ബസ്സിൽ യാത്ര ചെയ്യുന്നത് ഞങ്ങൾ ഒരുമിച്ച്. അപ്പം ബസ്സിൽ കയറി ഇനി തട്ടാരമ്പലമാണ് ലക്ഷ്യം. അപ്പോൾ അങ്ങനെ എന്തായാലും ഒരു വിധത്തിൽ തട്ടാരമ്പലത്തിലെത്തി. നല്ല വെയിലുണ്ട്. അപ്പോൾ ഒരാൾക്ക് നല്ല ബുദ്ധിമുട്ടും തോന്നുന്നുണ്ട്. മുഖത്തൊക്കെ വെയിലടിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. എങ്കിലും കുഴപ്പമില്ലാതെ നടന്നു. അപ്പം നമ്മുടെ വർക്ക്ഷോപ്പ് എത്താറായി. നമ്മൾ തട്ടാരമ്പലത്തിൽ നിന്ന് കുറച്ച് നടന്നാൽ മതി. അപ്പം നമ്മുടെ വർക്ക്ഷോപ്പാണ് ദാണ്ടാ കാണുന്നത്. നമ്മൾ വർക്ക്ഷോപ്പിലോട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയാണ് ആ വാതിൽക്കൽ തന്നെ ഇരിക്കുന്നത്. ഇതാ നമ്മുടെ വണ്ടിയാണ്. വണ്ടിയെല്ലാം റെഡിയാക്കി വെച്ചേക്കണം. അപ്പോൾ ഞാൻ വണ്ടി എടുത്തു. ഒറ്റയടിക്ക് തന്നെ ചെറുക്കൻ സ്റ്റാർട്ടായി. ചെറുക്കൻ ഇപ്പോൾ പുലിയായി. ഇനി ഞങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞാൽ രണ്ടാംകുറ്റിയിലുള്ള ഡെൻ്റൽ ക്ലിനിക്കിലേക്കാണ്. അപ്പം ഒരാളുടെ പല്ല് പുറത്ത് ചാടിയതിന് വേലി കെട്ടിയിരിക്കുകയാ. അപ്പം അത് മുറുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം അത് പറഞ്ഞപ്പോൾ തന്നെ ആൾ പറഞ്ഞു വീഡിയോ ഒന്നും എടുക്കണ്ട, എൻ്റെ പല്ലൊന്നും കാണിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് കാണിക്കുന്നില്ല. അപ്പം ഇപ്പോൾ പോകുന്നത് രണ്ടാംകുറ്റിയിലുള്ള മണപ്പുഴ എന്ന് പറഞ്ഞ ഡെൻ്റൽ ക്ലിനിക്കിലേക്കാണ്. എൻ്റെ സുഹൃത്തിൻ്റെ കൂടിയാണ് ക്ലിനിക്ക്. നമുക്ക് ചില കുറഞ്ഞ രീതിയിൽ പല്ലിൽ കമ്പിയിടാൻ സാധിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ രണ്ടാംകുറ്റിയിലുള്ള മണപ്പുഴയിലേക്ക് പോവുക. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കാൻ ചില സാങ്കേതിക പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഞങ്ങൾ വീഡിയോ എടുത്തില്ല. ഞങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പിന്നീടാം. അപ്പോൾ എന്താ ഞങ്ങൾ മാവേലിക്കര വഴിയാണ് പോകുന്നത്. ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ബൈ, സി യു.